സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അങ്ങനെ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി കോൺഗ്രസിൽ അസംതൃപ്തരുടെ പോരാട്ടം തുടങ്ങിയിട്ടുണ്ടോ? സത്യത്തിൽ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആത്മപ്രചോദിതനായിട്ട് പെട്ടെന്നൊരു ദിവസം വാളും അല്ലെങ്കിൽ വില്ലുമെടുത്ത് ആ യുദ്ധത്തിന് ഇറങ്ങിയതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പുറകിൽ ചില നിഗൂഢ താല്പര്യക്കാരുണ്ട്, സ്ഥാപിത താല്പര്യക്കാരുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയത്തിലെ പക്വത കുറവ് മുൻനിർത്തി അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വച്ച് ചില കളികൾ കളിക്കാം എന്നാണ് അവരുടെ ഉദ്ദേശം. കാരണം ചാണ്ടി ഉമ്മൻ എന്ന് വെച്ചാൽ വെറും ഒരു ചാണ്ടി ഉമ്മനല്ല, അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിക്കാം എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. ഏതുപോലെ എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയന്റെ പതനം കാത്തിരിക്കുന്ന ചില ആളുകൾ PV അൻവറിനെ സ്ക്രൂ ചെയ്ത് ഇറക്കിയിട്ട് ഓർമ്മയില്ല, കീ കൊടുത്ത് ചില പാവകളെയൊക്കെ ഇറക്കുന്ന പോലെ. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പരിചയക്കുറവ്, അദ്ദേഹത്തിന്റെ പക്വത കുറവ്, പിന്നെ അദ്ദേഹത്തെ തന്നെ മറിഞ്ഞ് മനസ്സിലാക്കി ഇദ്ദേഹം വലിയൊരു ലോക നേതാവാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കും. അങ്ങനെയൊന്നുമല്ല. ചാണ്ടി ഉമ്മനൊക്കെ ഒരുപാട് പരിമിതികളുള്ള ഒരു കൊച്ചു നേതാവാണ്. ചെറിയ നേതാവെന്ന് പോലും പറയാൻ പറ്റില്ല. കൊച്ചു നേതാവാണ്, അല്ലെങ്കിൽ കുഞ്ഞു നേതാവാണ്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. ചാണ്ടി ഉമ്മൻ ആരാണെന്ന് ചാണ്ടി ഉമ്മന് മനസ്സിലായിട്ടില്ല. ചാണ്ടി ഉമ്മൻ അറിയാൻ പാടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പുള്ളി അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായങ്ങൾക്ക് ശേഷം പുള്ളിയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പൊതുവെയുള്ള മതിപ്പ് തന്നെ വല്ലാതെ മങ്ങി എന്നുള്ളതാണ് സത്യം. കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. ചില വിഷമങ്ങൾ ചിലർക്കുണ്ടാവില്ല. ഇല്ലാത്ത കാര്യം ഊതിപ്പെരിപ്പിക്കുക ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അത് വ്യക്തിപരമായ ആർക്കെതിരെ പറഞ്ഞതല്ല, പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കോട്ടയത്ത് ഇപ്പൊ സംസാരം ചാണ്ടി ഉമ്മൻ ജോസ് കെ മാണിക്ക് പഠിക്കുന്നു എന്നാണ്. സത്യത്തിൽ അത് ശരിയല്ല. കാരണം ജോസ് കെ മാണിക്ക് സ്വന്തം അപ്പനുണ്ടാക്കിയ പാർട്ടിയാണ്. അതൊരു കുടുംബസ്വത്ത് പോലെ കിട്ടിയതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. ചാണ്ടി ഉമ്മൻ്റെ കാര്യം അങ്ങനെയല്ലോ. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 1.25 നൂറ്റാണ്ടിലധികം പഴക്കവും പാരമ്പര്യവും ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. കേരളത്തിലെ നേതൃത്വമുണ്ട്, KPCC ഉണ്ട്, DCCകളുണ്ട്, മറ്റു പല സംവിധാനങ്ങളുമുണ്ട്. ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഡൈയിങ് ഹാർനസിൽപ്പെട്ട് ഒരു MLA ആയ ആളാണ്. നമ്മളെ ആശ്രിത നിയമനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആശ്രിത നിയമനത്തിൽ കൂടി MLA ആയ ആളാണ്. പുതുപ്പള്ളിയിൽ തന്നെ യോഗ്യന്മാരായ എത്ര ആളുകളുണ്ട് MLA ആവാനിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അപ്പൻ ഭരിച്ചിട്ട് 40 ദിവസം തികഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിന് 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമായ കംപ്ലീറ്റ് അനന്തരാവകാശിയും അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മനാണെന്നാണോ? ഒരിക്കലും അല്ല. ചാണ്ടി ഉമ്മനെ മറ്റ് ചില താല്പര്യക്കാർ ഇവിടെ രംഗത്തിറക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചില ആളുകൾ മറ്റുള്ളവരുടെ കാലെ പിടിച്ച് വലിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞതാണ് ഒരിക്കലും പാർട്ടി നന്നാവാനായിട്ട് പാർട്ടി ജയിക്കാവുന്നൊരു ഘട്ടം വരുമ്പോൾ പണ്ട് കരുണാകരൻ പറയുന്നു, ചുട്ടു തല്ലുമ്പോൾ കൊല്ലനും കൊല്ലത്തിൽ ഒന്നാവും എന്ന്. പക്ഷേ ഇവിടെ കൊല്ലനും കൊല്ലത്തിൽ ഒന്നാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ചുടറേക്ക് മുമ്പാണ്, തലനേക്ക് മുമ്പാണ്. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. ഇത് എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണം. ഇവിടെ LDFന്റെ മൂന്നാമതൊരു തുടർ ഭരണം ഉറപ്പാക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. അതിൽ കവിഞ്ഞ ആ ഒരു ഉദ്ദേശമില്ല. ആരും വേണ്ട, UDFനൊരു മുഖ്യമന്ത്രിയോ സർക്കാരോ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ നാം ഈ മുതിർന്ന തലമുറ എന്ന് വിശേഷിപ്പിക്കുന്നവർക്കിടയിലുണ്ടോ? നമ്മളെയാണല്ലോ മച്ചമ്പി. അല്ല, അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഒരു കാരണവശാലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് ഭൂരിപക്ഷം കിട്ടരുത്, UDFന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കരുത് എന്ന് വാശിയുള്ള, ശാഠ്യം എന്ന് വാക്കാണ് കൂടുതൽ ശരി, ശാഠ്യമുള്ള ആളുകൾ ഈ മുതിർന്ന നേതാക്കളിലുണ്ട്. അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ വിരോധികളാണെന്ന് സ്വയം വിചാരിച്ചിട്ടുള്ള ആളുകളുടെ കാലെ പിടിച്ച് വലിക്കില്ല. അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തേക്കുള്ള ആളുകളുടെ ഉദാഹരണങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമാണ്. നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഏത് സമയത്താണ് KV തോമസ് കോൺഗ്രസ് വിട്ടുപോകാൻ തീരുമാനിച്ചത്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ്. അങ്ങനെയല്ല ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സരിൻ എപ്പോഴാണ് പോകാൻ തീരുമാനിച്ചത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന സമയം വന്നപ്പോഴാണ്. പിന്നെ എനിക്ക് ഈ കാശ് ഒതുക്കി ഇരിക്കട്ടെ, ഇതൊരു സ്ഥിരം ശീലം. അപ്പോൾ ഇത് ഇനിയും ഒരുപാട് പേര് ഇങ്ങനെ അസംതൃപ്തരായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് പേര് BJPയിലേക്ക് പോകും, കുറച്ച് പേര് CPMലേക്ക് പോകും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഖദർത്താരികൾ പലരും പാർട്ടി വിട്ടുപോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവരെ പോകുന്നതിന് മുമ്പ് ഈ വഞ്ചി മുക്കിയിട്ട് വേണം അവർക്ക് പോകാനായിട്ട്.
അതിനുവേണ്ടി അവർ കരാറെടുത്ത് നിൽക്കുകയാണ്. CPM നിന്നും കൊണ്ട് കൊട്ടേഷൻ, BJP നിന്നും കൊണ്ട് കൊട്ടേഷൻ. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകന് BJP ചേർന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം എന്താ, AK ആന്റണിയുടെ മകൻ BJP ചേർന്നു, കരുണാകരൻ്റെ മകൾ BJP ചേർന്നു. ഇനിയിപ്പോൾ ചാണ്ടി ഉമ്മൻ ചെന്നാലും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അപ്പം ഇതിലൊക്കെ മറ്റു പല താല്പര്യങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കരുണാകരൻ്റെ ആന്റണിയുടെ കാലത്തൊക്കെ ഗ്രൂപ്പ് കളിക്കാമായിരുന്നു. അത് പാർട്ടി ഉണ്ടായിരുന്നു, സംഘടന ഉണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, ബൂത്ത് കമ്മിറ്റികളുണ്ടായിരുന്നു. ഇപ്പം അതില്ലല്ലോ. ഇപ്പം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. പോയാലോ? വേണ്ടല്ലേ? അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഞാൻ പറഞ്ഞു ഇനി കൂടുതൽ ചർച്ചയ്ക്കില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. ഇല്ലാത്ത ലഹള വലിയ ഒരു തരത്തിൽ ഞാനൊരു ചെറിയ വിഷമം പറഞ്ഞതിനെ ഊതി പെരിപ്പിച്ച് ഞാനത് ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്. ഉറക്കത്തിന് എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മേ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. ഞാൻ വീണ്ടും പറയാം, ഞാൻ അത് പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചയാളല്ല. എന്റെ പാർട്ടിക്കെതിരെ ഞാൻ പറയുമോ? എന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഞാൻ പറയുമോ? ഞാനൊരു അക്ഷരം പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കൂ. പറയാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത് അത് ഈ പറയാത്ത വാക്കുകൾ എന്റെ വായിലിട്ട് തന്നാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ തരത്തിലാണ് മാധ്യമപ്രവർത്തനങ്ങൾ വളരെ ഖേദകരമാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അപ്പൊ കാണാം. സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ?